മദഗജരാജ പേര് തന്നെ ഒരു ഗജഭുജ എന്നാണ്. ഈ സിനിമ ശരിക്ക് 2013 ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അന്നത്തെ പൊങ്കലിന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന സിനിമയാണ്. പക്ഷേ ഈ സിനിമ റിലീസ് ചെയ്യാൻ നോക്കുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ ഈ സിനിമ എടുത്തില്ല. കാരണം അതൊരു ഫിനാൻഷ്യൽ പ്രോബ്ലം ഒക്കെ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സിനിമ എടുത്തു കഴിഞ്ഞാൽ, അത്രയും രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ പെടുമെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം അന്ന് എടുക്കാതിരുന്നിട്ടുണ്ടാവുക. പക്ഷേ അന്നത് എടുക്കാതെ ഈ ഒരു 12 വർഷത്തോളം കഴിഞ്ഞിട്ട് ഈ സിനിമ എന്ത് ധൈര്യത്തിലാണ് ഇവർ റിലീസ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഞാൻ ഈ സിനിമ കണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്, എനിക്ക് അങ്ങനെ തോന്നിയത്. ഇനി ഈ സിനിമയെക്കുറിച്ചുള്ള ആ ഒരു റിവ്യൂവിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇതിലെ ഹീറോ വിശാലാണ്. വിശാൽ ഹീറോ ആണെങ്കിൽ തന്നെ എന്തായാലും ഒരു ഹീറോയിനൊന്നും ആയിരിക്കില്ല, 1, 2, 3 ഒക്കെ കാണും. അതേപോലെ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇതിൽ അഞ്ജലി ഉണ്ട്, വരലക്ഷ്മി ശരത് കുമാർ ഉണ്ട്. പിന്നെ അതിനൊന്നും പോരാതെ ഈ സിനിമയുടെ അവസാനം ഒരു ഹീറോയിന് കൂടി, സദാ കൂടി എൻ്ററായി വരുന്നുണ്ട്. അപ്പോൾ ഹീറോയിനുകളുടെ ഒരു വസന്തകാലമാണ് ഈ സിനിമ എന്ന് പറയാം. ഹീറോയിനുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ അഞ്ജലീനെ വിശാൽ പ്രണയിക്കുന്നു. ഫസ്റ്റ് തന്നെ അങ്ങനെ ഒരു വിഷയങ്ങളൊക്കെ വരുന്നു. അപ്പോൾ അഞ്ജലിയുടെ അച്ഛനാണ് സ്വാമിനാഥൻ, നടൻ സ്വാമിനാഥൻ. അദ്ദേഹം ഒരു പ്രായമായ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തന്നെയാണ് ഈ വിശാൽ അഞ്ജലിയെ പ്രണയിക്കുന്നത്. പക്ഷേ പ്രണയിക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഗോഷ്ഠികളൊക്കെ തന്നെ ഏത് ചെറിയ കുട്ടിക്കും കണ്ടാലും മനസ്സിലാകും ഇത് പ്രണയിക്കലാണെന്ന്. പക്ഷേ സ്വാമിനാഥന് മനസ്സിലായില്ല പോലും. ഭൂലോക വെറുപ്പിക്കലാണ് ഈ സ്വാമിനാഥൻ ഈ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര വെറുപ്പിക്കലാണ്. അങ്ങേരുടെ ഈ വെറുപ്പിക്കൽ ലോകത്താരും ചെയ്യില്ല, അതുപോലെ തോന്നിപ്പോകും. കാരണം ഇത്രയും പ്രായമുള്ള ആളുടെ മുന്നിൽ സ്വന്തം മകളെ ഇങ്ങനെ പ്രേമിക്കുമ്പോൾ അതിൻ്റെ ഗോഷ്ഠിയൊക്കെ കാണിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒട്ടും മനസ്സിലായില്ല അത്ര. എന്നിട്ട് എന്തൊക്കെയോ പൊട്ടത്തരം കാണിച്ചുകൊണ്ട്. പിന്നെ അതേപോലെ ഈ സിനിമയിലെ ഹാസ്യ നടനായിട്ടുള്ളത് സന്താനമാണ്. സന്താനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പഴയ പ്രശസ്ത ഹാസ്യ നടൻ കൗണ്ടർമണി അഥവാ കൗണ്ടമണിയുടെ മോഡലിലുള്ള കോമഡികളാണ് സന്താനം എപ്പോഴും ചെയ്യുക. അതായത് കൗണ്ടമണി കൂടുതൽ ആക്ഷനൊന്നും ചെയ്യില്ല വടിവേലിനെ പോലെ. അദ്ദേഹം സംസാരിച്ച, അല്ലെങ്കിൽ അദ്ദേഹം വന്ന് നിന്നാൽ തന്നെ ചിരി വരും. അപ്പോൾ സംസാരിച്ചു കൊണ്ടുള്ള കോമഡികളാണ് കൗണ്ടമണി ചെയ്യുക. അതേ പാത തന്നെയാണ് സന്താനവും പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ സന്താനം വാ തുറന്നു കഴിഞ്ഞാൽ തന്നെ കോമഡികളാണ് വരുന്നത്. അപ്പോൾ ഈ സന്താനം, സ്വാമിനാഥൻ, പിന്നെ ഒരു ലൊള്ളു സഭ മനോഹർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ഇവരൊക്കെ സൺ ടി വിയിൽ പണ്ട് കോമഡി പരിപാടി ചെയ്തിരുന്നവരാണ്. അപ്പോൾ ഇവരൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഈ സന്താനത്തിന് ശരിക്കും പറഞ്ഞാൽ വിശാലിൻ്റെ അതേ പ്രായം തന്നെയാണ് ഈ സിനിമയിൽ, കൂട്ടുകാരനാണ്. പക്ഷേ സന്താനം ഈ അഞ്ജലിയുടെ അച്ഛനായ സ്വാമിനാഥനെ വിളിക്കുന്നത് എടാ, വാടാ, പോടാ ഇങ്ങനെയൊക്കെയാണ്. കോമഡിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണോ വിളിക്കുക? അത് ഭയങ്കരമായിട്ടുള്ളൊരു വെറുപ്പിക്കൽ കാര്യങ്ങളായിരുന്നു. കാരണം എടാ പോടാന്ന് വിളിക്കുമ്പോൾ ഈ സ്വാമിനാഥനും പൊട്ടനെ പോലെ എന്തൊക്കെയേ കാണിക്കുക. അതൊക്കെ ഭൂലോക വെറുപ്പിക്കൽ തന്നെയാണ്. അതൊക്കെ ഇന്നത്തെ കുട്ടികൾ കണ്ടാൽ പോലും അവർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10-15 കൊല്ലം മുമ്പാണെങ്കിൽ ഈ സിനിമകളൊക്കെ, തമിഴ് സിനിമകളൊക്കെ ഇതേപോലത്തൊക്കെ തന്നെ വരിക. അപ്പോൾ ഇരുന്ന് സഹിച്ചാണെങ്കിലും കണ്ടു. അപ്പോൾ ഞാൻ ഈ ഒരു വെറുപ്പിക്കലൊക്കെ കണ്ടപ്പോൾ എപ്പോൾ ഇൻ്റർവെല് വിടും, അപ്പോൾ പോയി ചായ കുടിച്ചിട്ട് ഒന്നുകൂടി ഊർജം കൂട്ടിയിട്ട് വന്നിട്ട് ബാക്കി കൂടി സഹിക്കുക എന്ന് കരുതിയിട്ട് സിനിമ ഇരുന്നു പോയി. പക്ഷെ ഒരു കാര്യം പറയാട്ടോ, ഇതിലെ കോമഡി ഒരു മാസ് കോമഡികൾ തന്നെയാണ്. യജാതി കോമഡി നമ്മൾ അങ്ങനെ എല്ലാ സിനിമകളിലും കാണാൻ പറ്റില്ല. ഇവർ സംസാരിക്കുക തന്നെ ചെയ്യുന്നുള്ളൂ എങ്കിലും കുറേ ചിരിക്കാനുണ്ട്, അത് സത്യം തന്നെയാണ് കേട്ടോ. സുന്ദർ സിയാണ് ഇതിൻ്റെ ഡയറക്ടർ. കക്ഷി കോമഡി രീതിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ആ കാര്യത്തിൽ ഒരു വിജയം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കുറേ വെറുപ്പിക്കൽ കാര്യങ്ങളും വെറുപ്പിക്കൽ കോമഡികളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഇതിൽ ഈ ലൈൻ അടിച്ചുകൊണ്ട് ഗ്ലാമറസ് ആയിട്ട് വരുന്ന ഹീറോയിൻ വരുന്ന സമയത്ത് സന്താനവും കൂട്ടരും വിശാൽ എല്ലാവരും കൂടിയുള്ള കാണിച്ചു കൂട്ടുന്ന കോമഡി, അതേപോലെ സന്താനത്തിൻ്റെ അമ്മായിയമ്മയോട് ഉള്ള ആ കോമഡി, ഇതൊക്കെ തന്നെ സന്താനത്തിൻ്റെ വൈഫിനോടുള്ള കോമഡി, ഇതൊക്കെ ചിരിക്കാനുണ്ട് കേട്ടോ. അതില്ല പറയാൻ പറ്റില്ല. മിനിറ്റിന് മിനിറ്റ് ഇതിൽ ചിരി വന്നുകൊണ്ടേയിരിക്കുന്ന സിനിമ തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ അഞ്ജലി വന്നിട്ട് ഒരു മര്യാദ റോളെന്ന് പറയാം. പക്ഷെ വരലക്ഷ്മിക്ക് ഫുൾ ഗ്ലാമറസ് റോളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ ഗ്ലാമറസ് ആയിട്ടുള്ള വേഷവും കാര്യങ്ങളൊക്കെ ഇട്ട് വരുമ്പോൾ ഇവരൊക്കെ നോക്കിയിരിക്കുന്നത്, അതിൽ ഓരോ തമാശകൾ പറയാം, അതൊക്കെ നല്ല രസമുണ്ട്.
പിന്നെ അതേപോലെ തന്നെ ഇതിൽ മനോബാല അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അന്തരിച്ചു പോയി. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ ചിരി വരും. അങ്ങേര് ജീവനോടെ ഇരുന്നു കൊണ്ട് ഈ സിനിമയിൽ ചിരിപ്പിക്കുന്നുണ്ട്, ഡെഡ് ബോഡി ആയിട്ടും ചിരിപ്പിക്കുന്നുണ്ട്. ഡെഡ് ബോഡി ആയിട്ട് ചിരിപ്പിക്കുന്നത് ജീവനോടെ ഇരിക്കുമ്പോൾ ചിരിപ്പിക്കുന്നതിനേക്കാൾ ഒരു 100% അങ്ങേയറ്റമാണ്. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം ഡെഡ് ബോഡി ആയതിനു ശേഷം കുറേ ടാറ്റ കാണിക്കുന്നത്, നടന്നു പോകുന്നത്, അതേപോലെ കുറേ കാര്യങ്ങൾ അത് ഈ ഒരു കഥയ്ക്ക് വേണ്ടി അവർ ചെയ്തിരിക്കുകയാണ്. പക്ഷേ അതൊക്കെ ചിരിക്കാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബോഡി തന്നെ ഒരു കൊടക്കമ്പി പോലെയാണ്. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ ചിരി വരും. പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം അന്തരിച്ചു പോയി. അദ്ദേഹം നല്ലൊരു കോമഡി ആക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഡെഡ് ബോഡി കോമഡി ആരും തന്നെ ചിരിച്ചു പോകും കേട്ടോ, അതിലൊരു സംശയമില്ല. കുറേ ചിരിക്കാനുണ്ട്. പിന്നെ അതേപോലെ മൊട്ട രാജേന്ദ്രനുണ്ട്. മൊട്ട രാജേന്ദ്രനും ഇതേപോലെ മനോബാലേനെ പിന്തുടർന്ന് തന്നെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങേരുടെ അടുത്തും കുറേ ചിരിക്കാനുണ്ട്. പിന്നെ ഈ സിനിമയിലെ വില്ലൻ എന്ന് പറയുന്നത് സോനു സൂദാണ്. അപ്പോൾ കക്ഷിയും വിശാലും തമ്മിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ അതേപോലെ അവസാനം ഈ സിനിമയുടെ അവസാനമുള്ള സോനു സൂദുമായിട്ടുള്ള 6 പാക്ക് കൊണ്ടുള്ള ആക്ഷനൊക്കെ ഉണ്ട്. വിശാലിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ പറയണ്ടല്ലോ, ആക്ഷൻ ഹീറോയാണ് കക്ഷി. അതുകൊണ്ട് തന്നെ നമുക്ക് ആക്ഷൻ ഉണ്ടെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിലൊരു 3-4 ആക്ഷനൊക്കെ ഉണ്ട്. ഒരു 2 ആക്ഷനൊക്കെ നല്ല ആക്ഷൻ രംഗങ്ങളുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ അവസാനത്തെ ആക്ഷനൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പക്ഷേ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഈ സിനിമയ്ക്ക് കോമഡിയാണ്. ഓണത്തിനിടയ്ക്ക് ഒരു പുട്ടുകച്ചവടം പോലെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കണും വരും, അതും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്താൽ ഞങ്ങൾ എല്ലാ സിനിമകളുടെയും റിവ്യൂ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങളുടെ യൂട്യൂബിൻ്റെ ആ ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയും. അപ്പോൾ ഈ സിനിമ ആർക്കൊക്കെ ഇഷ്ടപ്പെടുന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് കോമഡി മാത്രം മതി, മറ്റൊന്നും വേണ്ട, ലോജിക്കൊന്നും വേണ്ട, സെൻറ്റിമെൻറ്റ്സ് വേണ്ട, കഥ വേണ്ട, എന്തൊക്കെ കാണിച്ചു കൂട്ടി കുറേ കോമഡി ഉണ്ടായാൽ മതി എന്നുള്ളവർക്ക് എന്തായാലും ഈ സിനിമ സൂട്ടാവും. കാരണം സിനിമ ഫുള്ള് കോമഡി തന്നെയാണ്. പിന്നെ അതേപോലെ ഞങ്ങൾക്ക് ആക്ഷൻ രംഗങ്ങൾ കൂടി വേണം എന്നുള്ളവർക്കുള്ള ആക്ഷൻ രംഗങ്ങളും നല്ല ആക്ഷൻ രംഗങ്ങളും ഈ സിനിമയിലുണ്ട്. അല്ലാതെ വേറെ കഥയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പ്രതീക്ഷിക്കേണ്ട. കാരണം അതൊന്നും പ്രതീക്ഷിച്ചിട്ട് വിശാലിൻ്റെ സിനിമകളിൽ ഇതേപോലത്തെ സിനിമകളിൽ ഉണ്ടായിരിക്കില്ല. ആമ്പള എന്ന് പറഞ്ഞിട്ടൊരു സിനിമ പണ്ട് വന്നിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഏകദേശം അതേ തന്നെയാണ് ഈ സിനിമയിലും ഉള്ളത്. എന്തായാലും കുറേ ചിരിച്ചിട്ട് തിയേറ്റർ വിട്ട് പോരാ. അപ്പോൾ മദഗജ രാജ, മദം പിടിച്ച രാജ.